അങ്ങനെ നമ്മളിതാ റൂം ചെക്കൗട്ട് ചെയ്ത് നമ്മൾ യാത്ര ആരംഭിക്കുകയാണ്. റിയാദ് ടു കൊച്ചിയിലേക്കുള്ള യാത്രയാണ്. നാട്ടിലേക്ക് പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഹോട്ടൽ റൂം ചെക്കൗട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ഇവിടുന്ന് ജസ്റ്റ് ഒരു 15 മിനിറ്റ്സേ ഉള്ളൂ യാത്ര. ഏർലി മോർണിംഗ് തന്നെ ആയതുകൊണ്ട് ഒട്ടും തിരക്കും ഇല്ലായിരുന്നു. അപ്പം നമുക്ക് റിയാദ് എയർപോർട്ടിലെ കാഴ്ചകൾ, രസകരമായ വിമാനയാത്ര, അതിലെ കുഞ്ഞു കുഞ്ഞു സർപ്രൈസസ്, അവിടുത്തെ ഫുഡ് എക്സ്പീരിയൻസ് എല്ലാം ഒന്ന് കാണാം. വീഡിയോ ഫുള്ളായി കാണണം കേട്ടോ. അപ്പം ടെർമിനൽ 4 റിയാദ് എയർപോർട്ടിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ലെഫ്റ്റ് സൈഡ് നോക്കാം, ഇപ്പോൾ മെട്രോ കാണാം. ഈ മെട്രോ സ്റ്റേഷൻ കണ്ടോ. അപ്പം മെട്രോ നമുക്ക് ഡയറക്റ്റ് റിയാദ് എയർപോർട്ട് വരെ ഉണ്ട്. അതൊരു സൗകര്യമാണ്. ഇനി നമ്മളിതാ പാർക്കിംഗ് ഏരിയയിലേക്ക് പോവുകയാണ്. ടെർമിനൽ 4ൻ്റെ പാർക്കിംഗ് ഏരിയയിലേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ പാർക്കിംഗ് ഏരിയ എത്തി. ഇവിടെ 1 ഹവറിന് 10 റിയാലാണ്. അങ്ങനെ നമ്മൾ പാർക്കൊക്കെ ചെയ്തതാ എയർപോർട്ടിൻ്റെ ഉള്ളിലെത്തി. ടെർമിനൽ 4 ഇവിടാണ് നമ്മുടെ ചെക്ക് ഇൻ ചെയ്യുന്നത്. റിയാദ് എയർപോർട്ടിൻ്റെ ടെർമിനൽ 4ൻ്റെ ചെക്ക് ഇൻ ഏരിയ ആണ് ഇത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് ഞാൻ കാണിക്കുന്നത്. ഈ ചൈന എന്നത് ആക്കാൻ വേണ്ടി വന്നതാണ് കൂടെ. അപ്പം ആള് അടുത്ത ആഴ്ച വരും. ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് യാത്ര. അപ്പം ചെറിയൊരു ടെൻഷനുണ്ട്. കാരണം നമ്മുടെ ലഗേജ് ഒരു ശകലം കൂടുതലാണോ എന്നൊരു ഡൗട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ ടെൻഷൻ. അപ്പം ചെക്കിനും ഇമിഗ്രേഷനും ഒക്കെ നല്ല സ്മൂത്തായി കഴിഞ്ഞു. എല്ലാം ഓക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതാ ഗേറ്റിലേക്ക് ഞാൻ പോവുകയാണ്. അങ്ങനെ അപ്പം പോകുന്ന സമയത്ത് ഇവിടെയുള്ള കുറേ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ പോവാമെന്ന് കരുതി. അപ്പം നല്ല നല്ല ക്യൂട്ട് ഓരോ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. അതായത് നോക്കി ഒട്ടകം, ആമയൊക്കെ കാണാൻ നല്ല ഭംഗി. നല്ല അത്യാവശ്യം നല്ല റേറ്റുമാണ് കേട്ടോ ഇവിടുന്ന്. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം ഞാൻ കരുതി വീഡിയോ ഒക്കെ എടുത്ത് നടന്ന് പോയല്ലേ, അപ്പം നിങ്ങളെയൊക്കെ കാണിച്ച് പോകാമല്ലോ. പിന്നെ ഒരുപാട് ആൾക്കാർ വിമാനയാത്രയൊന്നും ചെയ്യാത്ത ആളുകൾ ഒത്തിരി പേരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ മെയിൻലി ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഇതൊക്കെ എന്തായാലും ഇഷ്ടമാവും. വിമാനയാത്ര, ഫ്ലൈറ്റൊക്കെ ഇങ്ങനെ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അത്ര എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇതൊന്നും കാണുമ്പോൾ വരില്ലല്ലോ. എങ്കിലും നല്ലൊരു ഇതായിരുന്നു. ഇത് നോക്കേ, എല്ലാവരും തലകുത്തി നിൽക്കുന്നു. എനിക്കൊരു ഡൗട്ടായി വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ക്ലിപ്പ് മാത്രം ഒരു രക്ഷയില്ല. അത് ഒരു രീതിയിൽ നേരെയാക്കാൻ പറ്റുന്നില്ല. എന്തോ ഞാൻ വീഡിയോ എടുത്ത സമയത്ത് പറ്റിയ എററായിരുന്നു. അപ്പം ഞാൻ പിന്നെ അതൊന്ന് കളയാമെന്ന് കരുതി. പക്ഷെ ആളുകളൊക്കെ ഇങ്ങനെ തലകുത്തി പോകുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗി. എങ്കിൽ പിന്നെ കിടക്കട്ടെന്ന് കരുതി. ഒരു 2.5-2.25 മണിക്കൂർ കൂടുതൽ ഇവിടെ സ്പെൻഡ് ചെയ്യണം. പക്ഷെ ഒട്ടും ബോറില്ലായിരുന്നു കേട്ടോ എനിക്ക്. ഇതൊക്കെ കണ്ടോ, പെർഫ്യൂമൊക്കെ ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. അതൊക്കെ ഞാൻ ഇങ്ങനെ നോക്കി പോയി. ഒറ്റയ്ക്കാണെങ്കിലും ടൈം പോയത് അറിഞ്ഞതേ ഇല്ല. ഒട്ടും ബോറില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനൊരു കോഫി കുടിക്കാമെന്ന് കരുതി. കോഫി കുടിക്കാൻ വേണ്ടി പോയാണ്. കാരണം കോഫിയൊക്കെ കുടിച്ചിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ടൈം കറക്റ്റ് ആവും. ഗേറ്റ് അപ്പോഴത്തേക്ക് ഓപ്പൺ ആവും. അങ്ങനെ നമ്മൾ സ്റ്റാർബക്സിൽ വന്ന് ഞാനൊരു കോഫി ഓർഡർ ചെയ്തു. അപ്പം കോഫിയൊക്കെ കുടിച്ച് ഇരിക്കുമ്പോൾ ഒരു 10:20 ആയി. 10:50 ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഗേറ്റ് ഓപ്പൺ ആവും എന്നവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മനോഹരമായ കോഫിയൊക്കെ കുടിച്ച് നല്ല ടൈം എടുത്ത് ഇങ്ങനെ പതുക്കെ കുടിച്ചിരിക്കാൻ തന്നെ ഒരു രസം. അപ്പം ഇങ്ങനെ കുടിച്ച് ഇങ്ങനെ കഴിയാറായപ്പോഴത്തേക്ക് ഗേറ്റ് ഓപ്പൺ ആയി. അങ്ങനെ നമുക്ക് ഇനി ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ മനോഹരമായ കാഴ്ചകൾ കാണാം. സൗദി എയർലൈൻസാണ്. സൗദി എയർലൈൻസിൻ്റെ അകത്തുള്ള കാഴ്ചകൾ കാണാൻ പായോ. അങ്ങനെ നോക്കേ, ഫുള്ളായിരുന്നു സീറ്റ്. എല്ലാ സീറ്റും ഫുള്ളായിരുന്നു കേട്ടോ. ഇത് നോക്ക്, പണ്ടൊക്കെ ആണെങ്കിൽ എയർപോർട്ടിൻ്റെ ഉള്ളിൽ, അതായത് ഫ്ലൈറ്റിനുള്ളിൽ നമുക്ക് എയർ ഹോസ്റ്റേഴ്സ് ആയിരുന്നു നമുക്കിതിൻ്റെ ഓരോ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ തന്നുകൊണ്ടിരുന്നത്. ഇപ്പം കാലം ഓരോ ടെക്നോളജീസ് മാറുന്നതനുസരിച്ച് ഇപ്പം ഇങ്ങനെയാണ്. അപ്പം ഇത് നിങ്ങൾ ഫ്ലൈറ്റിൽ പോകുന്നവർക്ക് ഇതൊക്കെ ഒരു ബോറായിരിക്കും കണ്ട്. പക്ഷെ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, ഇതുവരെ യാത്രക്ക് വേണ്ടി മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്താണ് ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബോറായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് അടുത്തത് പോയിക്കോ. ഇതുവരെ കാണാത്തവർക്ക് ഇതൊരു നല്ലൊരു ഇതായിരിക്കും. മാക്സിമം ഞാൻ സ്പീഡ് കൂട്ടി ഞാൻ ഇതാക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫ്ലൈറ്റ് മുകളോട്ട് പറക്കാൻ പോയാണ്. അങ്ങനെ നമുക്ക് ഇനി കൊച്ചി, അതായത് നമ്മുടെ നാട്ടിലെത്താൻ വേണ്ടി വെറും 5 മണിക്കൂർ കൊണ്ട് നമ്മൾ നാട്ടിലെത്തും. ഇത് നോക്കാം. ഇനി ഫ്ലൈറ്റിനുള്ളിൽ കുറച്ച് കാര്യങ്ങൾ കാണിക്കും. ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ല. ഒരു പില്ലോ അവർ തന്നിട്ടുണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അടിപൊളി ക്ലീൻ ഒരു പില്ലോയാണ് തന്നിരിക്കുന്നത്. പിന്നെ ഒരു ബ്ലാങ്കറ്റ് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു എയർ സിഗ്നസ് ബാഗ് എന്നും പറഞ്ഞൊരു സംഭവം എൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെയായിരുന്നു ഇതിലെ കുറച്ച് കാഴ്ചകൾ. പിന്നെ കാത്തിരുന്ന നമ്മുടെ ഫുഡ്. അങ്ങനെ നമ്മുടെ ഫുഡ് എത്തിക്കഴിഞ്ഞു. ഇതിന് വേണ്ടിയായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ വെയിറ്റിങ് ഫ്ലൈറ്റിൽ കയറിയപ്പോഴേ. അപ്പോൾ നമുക്ക് നല്ലൊരു ചിക്കൻ ബിരിയാണി, ബട്ടർ, ബണ്ണ്, വെജിറ്റബിൾ സലാഡ്, സ്വീറ്റ്, പിന്നെ ജ്യൂസ് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനൊരു മാംഗോ ജ്യൂസാണ് സെലക്ട് ചെയ്തത്. ഇത് നോക്കേ, ബിരിയാണി ഇപ്പം വരും.
അടിപൊളി ബിരിയാണി, ഒരു രക്ഷയില്ലായിരുന്നു. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടെന്നേ ബിരിയാണിക്കൊക്കെ. പിന്നെ ഉള്ളത് നമ്മുടെ വെജിറ്റബിൾ ഐറ്റം ആയിരുന്നു. ഇതും നല്ല ടേസ്റ്റ് ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എൻ്റെ ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് ഈ സ്വീറ്റ് ആയിരുന്നു. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷെ ഒരു രക്ഷയില്ലായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. പ്ലേറ്റ് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ എല്ലാം കഴിച്ച് വയറ് നിറഞ്ഞ്. അതുകൊണ്ട് തന്നെ ബണ്ണും ബട്ടറും കഴിച്ചില്ല, കാരണം അതും കൂടെ കഴിക്കാനുള്ള വയറെനിക്കില്ലായിരുന്നു. അങ്ങനെ പതുക്കെ ഇനി ഉറങ്ങാനുള്ളൊരു പ്ലാനാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞല്ലോ, നല്ല തണുപ്പുണ്ട്. അപ്പം ബ്ലാങ്കറ്റൊക്കെ എടുത്തു. ഇനി പതുക്കെ ഒന്ന് മയങ്ങാന്ന് കരുതി. അപ്പം മയങ്ങി എഴുന്നേൽക്കുമ്പോഴത്തേക്ക് നമ്മൾ കൊച്ചി എത്തുമായിരിക്കും. അപ്പം പതുക്കെ ഒന്ന് മയങ്ങി എഴുന്നേൽക്കുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ സ്വന്തം എത്തിക്കഴിഞ്ഞു നമ്മുടെ നാട്ടിലേക്ക്. അങ്ങനെ കൊച്ചി എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്തു. അപ്പം നമുക്കത് അവിടുത്തെ വിശേഷങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടോട്ടിച്ചു പോവാം. ഇത് നോക്കിയാൽ വന്നിറങ്ങിയപ്പോഴേ അടിപൊളി ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കി വെച്ചിരിക്കുകയായിരുന്നു. ഒരു കണ്ണിനൊരു അടിപൊളി കുളിർമയായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല, സൂപ്പർ. നാട്ടിൽ വന്നൊരു ഫീൽ തന്നെ കിട്ടി. അങ്ങനെ ഇനിയിപ്പം നമ്മുടെ ലഗേജ് ബാഗിന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യണം. ആ സമയത്തേക്ക് ഞാൻ ഇവിടുത്തെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ വന്ന് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തൊന്ന് പോയതാണ് കാണിക്കാൻ വേണ്ടി. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഈ റിയാദ് ടു കൊച്ചി വരെയുള്ള യാത്ര വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പം ഇനി നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലെ മനോഹരമായ കുറേ വ്ളോഗുകൾ വരാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.